കേരള കോൺഗ്രസ് എം പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റ് ശ്രീ ടോബിൻ കെ അലക്സിനെ സ്വാഗതം ചെയ്യാനായിട്ട് ക്ഷണിക്കുന്നു. കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന്റെ ജോർജ് പുളിങ്കാടൻ ശ്രീ ജോർജ് പുളിങ്കാടനെ ക്ഷണിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. CPI മണ്ഡലം സെക്രട്ടറി ശ്രീ PK ഷാജഹാൻ അവരുകളെ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനോട് DYSP ഇവിടെ വന്നിട്ട് പോയതാണ്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പാലയുടെ CI ശ്രീ ജോബിൻ ആന്റണി, അദ്ദേഹത്തെയും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയപ്പെട്ട KTUCM സംസ്ഥാന സെക്രട്ടറി ശ്രീ ജോസ് കുട്ടി പൂവേലി അവരുകളെ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തിന് മൊമെന്റ് കൊടുക്കുവാനായിട്ട് ദീപു പീറ്ററിനെ ക്ഷണിക്കുന്നു. CIT ജില്ലാ ജോയിന്റ് സെക്രട്ടറി ശ്രീ ഷാർലി മാത്യു അവരുകളെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KVVSന്റെ സംസ്ഥാന സ്റ്റേറ്റ് കൗൺസിൽ അംഗം ശ്രീ അനൂപ് ജോർജ്, അദ്ദേഹത്തെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KHRI കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറന്റ് അസോസിയേഷൻ പ്രസിഡന്റ്, പാലാ യൂണിറ്റ് പ്രസിഡന്റ് ബിജോയ് വി ജോർജിനെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. KVVS യൂത്ത് വിംഗ് സെക്രട്ടറി എബിസൺ ജോസ്, KVVS യൂത്ത് വിംഗ് ട്രഷറർ ജോസ്റ്റിൻ വന്ദന, പ്രോഗ്രാം കോർഡിനേറ്റർ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട ഫ്രെഡി ജോസ് അവിടെ നിൽക്കുക. ഞങ്ങളുടെ ഓക്കെ ഫ്രെഡി ആയിട്ട് ഇപ്പോൾ രൂപാന്തരം പ്രാപിച്ചു ഫ്രെഡി, സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട പാലാ യൂത്ത് വിങ്ങിലൂടെ പരിണാമം പ്രാപിച്ച പാലായുടെ പൊതുമണ്ഡലത്തിലെ ഞങ്ങളുടെ പ്രതിനിധിയായിട്ട് വർക്ക് ചെയ്യുന്ന ശ്രീ വൈജു കൊല്ലംപറമ്പിലിനെ ഞങ്ങളുടെ എല്ലാവരുടെയും പേരിൽ സ്വാഗതം ചെയ്യുന്നു. പിന്നെ ഇവിടെ എത്തിയിരിക്കുന്ന നിരവധി നമ്മളുടെ എക്സിക്യൂട്ടീവ് അംഗങ്ങളുണ്ട്, നമ്മുടെ യൂത്ത് വിങ്ങിന്റെ കൂട്ടായ്മയുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന സ്റ്റോള് ഇവിടെ എടുത്തിരിക്കുന്ന ആളുകളുണ്ട്, ഇവിടെ വന്നിരിക്കുന്ന നിരവധി സ്റ്റാഫുകളുണ്ട്, നമ്മളുടെ പ്രിയ സൗണ്ട്സിന്റെ ആളുകൾ, നമ്മുടെ പ്രോഗ്രാം ഇവന്റ് പാർട്ട്ണറായിട്ട് പ്രിയ സൗണ്ട്സ്, റേഡിയോ പാർട്ണറായ റേഡിയോ മംഗളം, പ്രോഗ്രാംസ് അവതരിപ്പിക്കുന്ന സെന്റ് ജോസഫ്സ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പിന്നെ ഇവിടുത്തെ നിരവധി ഈ പ്രോഗ്രാമുകളുമായിട്ട് സഹകരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. താങ്ക് യു. താങ്ക് യു ആൻഡ് അധ്യക്ഷ പ്രസംഗത്തിനായി യൂത്ത് വിംഗ് പ്രസിഡന്റ് ശ്രീ ജോൺ മൈക്കിൾ ദർശനായി സ്വാഗതം ചെയ്യുന്നു. വേദിയിലും സദസ്സിലുമായി ഉപവിഷ്ടരായിരിക്കുന്ന ബഹുമാന്യരായ എല്ലാവർക്കും, പ്രത്യേകിച്ച് നമ്മുടെ ഫുഡ് ഫെസ്റ്റ് 2024 ഉദ്ഘാടനം ചെയ്യാനെത്തിയിരിക്കുന്ന ബഹുമാന്യരായ നമ്മുടെ MLA മാനസ്, നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ കുഞ്ഞാർ MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ, പാലാ നഗരസഭ ചെയർമാൻ ശ്രീ ഷാജു ഇത്തുരുത്തൻ, KVS ജില്ലാ പ്രസിഡന്റ് ശ്രീ MT തോമസ് കുട്ടി, KVS പാലാ യൂണിറ്റ് പ്രസിഡന്റ്, ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച വ്യക്തികളെ, ഫുഡ് ഫെസ്റ്റ് 2024 സ്പോൺസേഴ്സ്, അതുപോലെ ഇവിടെ എത്തിയിരിക്കുന്ന ഫുഡ് വെണ്ടേഴ്സ്, മറ്റെല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഒരു 10 അല്ല 15 വർഷം മുമ്പ് വരെ പാലാ ജൂബിലി പെരുന്നാൾ എന്ന് പറഞ്ഞാൽ പാലാ കുരിശുപള്ളിയിൽ വന്ന് നേർച്ചയിട്ട് പ്രദക്ഷിണം കൂടി ജൈനവിയിൽ കയറി തിരിച്ചു പോകുന്നൊരു പ്രോഗ്രാം ആയിരുന്നില്ല. നല്ല അടിപൊളി ഗാനമേളയും വെടിക്കെട്ടും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് കുറേ നിയന്ത്രണം വന്നതോടുകൂടി നമ്മുടെ ആഘോഷങ്ങൾ ചെറുതായി. അങ്ങനെ ഇരിക്കെ ഒരു 4 അല്ല 5 വർഷം അല്ലെങ്കിൽ 3 അല്ല 4 വർഷം മുൻപാണ് കോവിഡ് കഴിഞ്ഞപ്പോൾ തൊട്ട് അനവധി ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ പെരുന്നാൾ കൂടാൻ പാലായിൽ എത്തി തുടങ്ങി. പക്ഷേ ഈ പാലായിൽ വരുന്നവരുടെ ഒരു വലിയൊരു കംപ്ലയിൻ്റ് ആയിരുന്നു, പാലായിൽ വേറെ ഈവൻറ്റുകളൊന്നുമില്ല, പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല എന്നൊരു കംപ്ലയിൻറ്റ്. അന്ന് തൊട്ട് ഞങ്ങൾ കമ്മിറ്റിയിലുള്ളൊരു ചർച്ചയായിരുന്നു, ഈ പാലായിൽ വരുന്നവർക്ക് ജൂബിലി പെരുന്നാളിന് വേണ്ടി എന്തെങ്കിലും ഒരു ഈവൻറ്റ് പ്ലാൻ ചെയ്യണം എന്നൊരു ചർച്ചയുണ്ടായിരുന്നു. അങ്ങനെ ഇരിക്കുകയാണ് എന്തുകൊണ്ട് കോട്ടയത്തും എറണാകുളത്തും ഒക്കെ വൻ വിജയമായി പോകുന്ന ഫുഡ് ഫെസ്റ്റ് നമുക്ക് ഈ പെരുന്നാളിനോടനുബന്ധിച്ച് പാലയിൽ നടത്തിക്കൂടാ എന്നൊരു ആലോചന ഉണ്ടായി. ഉസ്മാൻ പറഞ്ഞ പോലെ തന്നെ 1 മാസം മുന്നെയാണ് നമ്മൾ ഇതിനൊരു കമ്മിറ്റി രൂപീകരിച്ച് വളരെ കഷ്ടപ്പെട്ട്, ഇല്ലെങ്കിൽ ആ ഫുഡ് ഫെസ്റ്റ് കമ്മിറ്റിയിൽ രൂപീകരിച്ച് എല്ലാവരും നല്ലപോലെ വർക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ കാണുന്ന ഈ ഒരു ഫോമിൽ ഫുഡ് ഫെസ്റ്റ് 2024 നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. ഫുഡ് ഫെസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്കിവിടെ 30+ സ്റ്റോൾസ് ഉണ്ട്, അതിനകത്ത് 20+ ഫുഡ് സ്റ്റോൾസ് ഉണ്ട്. വിവിധതരം വെറൈറ്റി ഫുഡ്സ്, നമുക്ക് ഫ്രഷ് ഫിഷ് ലൈവായിട്ട് ചെയ്യുന്നു, പഴയിടത്തിൻ്റെ വെജിറ്റേറിയൻ ദോശാസ്, നമുക്ക് പോർക്ക് ബാർബിക്യൂസ്, പോർക്കിൻ്റെ വെറൈറ്റീസ്, അങ്ങനെ ഒട്ടനവധി മോമോസ്, ചൈനീസ് ഫുഡ്സ്, ഫ്രൈഡ് ചിക്കൻ, അങ്ങനെ ഒട്ടനവധി ഫുഡ് സ്റ്റോൾസ് നിങ്ങൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പം അതിലോട്ടെല്ലാം നിങ്ങളുടെ സഹകരണം ക്ഷണിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. താങ്ക് യു.
അടുത്തതായി ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കുകയാണ്. പാല ഫുഡ് ഫെസ്റ്റ് 2024 ഉദ്ഘാടനം ചെയ്യുന്നതിനായി പാലയുടെ സ്വന്തം MLA ശ്രീ മാണി സി കാപ്പൻ സാറിനെ ക്ഷണിക്കുകയാണ്. റിബൺ കട്ട് ചെയ്ത് സാർ അത് ഉദ്ഘാടനം ചെയ്തു. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആരാധനായ യൂത്ത് വിങ്ങിൻ്റെ പ്രസിഡന്റ് ശ്രീ ജോൺ ദർശന, ഏറെ പ്രിയങ്കരനായ പൂഞ്ഞാറിൻ്റെ ആരാധന MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തുങ്കൽ, പ്രിയപ്പെട്ട മുനിസിപ്പൽ ചെയർമാൻ ഷാജു വി തുരുത്തൻ, സ്റ്റാളുകളുടെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന KVBESൻ്റെ ജില്ലാ പ്രസിഡന്റ് ശ്രീ MK തോമസ് ഊട്ടി, ഏറ്റവും ആരാധനായ ശ്രീ വക്കച്ചൻ മറ്റത്തിൽ XMP, സ്വാഗതം ആശംസിച്ച ശ്രീ ആന്റണി അഗസ്റ്റിൻ കുറ്റിയാങ്കൽ, പ്രിയപ്പെട്ട ശ്രീ VC ജോസഫ്, ശ്രീ ജോസ് ചെറുവള്ളിയിൽ, ശ്രീ സതീഷ് ചൊള്ളാനി, ശ്രീ ബിനീഷ് ചുണ്ടശ്ശേരി, ശ്രീ ടോബിൻ K. അലക്, പ്രിയപ്പെട്ട ശ്രീ ജോസ് കുട്ടി പൂവേലി, ശ്രീ ബിജോയ് V. ജോർജ്, എബിസൺ ജോസ്, ജോസിൻ വന്ദന, റെഡി ജോസ്, ബൈജു കൊല്ലംപറമ്പിൽ, ഫെഡറൽ ബാങ്കിനെ പ്രതികരിച്ചെത്തിയിട്ടുള്ള പ്രിയപ്പെട്ട ആൽബിൻ, ഇവിടെ എത്തിച്ചേർന്നുള്ള സുഹൃത്തുക്കളെ, സ്നേഹിതരെ, പാലായെ സംബന്ധിച്ചിടത്തോളം പാലായുടെ ഒരു ദേശീയ ഉത്സവം തന്നെ ജൂബിലി പെരുന്നാളിനെ പറ്റി പറയാം. ജാതിമത ഭേദമന്യേ, വർണ്ണഭേദമന്യേ ഏവരും ഒന്നിച്ചു ചേരുന്ന, ഒന്നിച്ചാഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് ജൂബിലി പെരുന്നാൾ. ആ ജൂബിലി പെരുന്നാളിനോടനുബന്ധിച്ച് ഇത്തരം ഒരു ഫുഡ് ഫെസ്റ്റിവൽ നടത്താൻ ഉള്ള തീരുമാനം വ്യാപാരി വ്യവസായി യുവജന വിഭാഗം എടുത്ത തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുകയാണ്. പാലായിലെ വ്യാപാരി വ്യവസായി യുവജന വേദി എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഏതൊരു പ്രസ്ഥാനം ഏറ്റെടുത്താലും അതിനോട് 100% ആത്മാർത്ഥതയോടെ അത് പ്രവൃത്തിയിലാക്കുന്ന ഒരു പറ്റം ആവേശമുള്ള ചെറുപ്പക്കാരുടെ കൂട്ടായ്മയാണ്. നിങ്ങളെടുത്ത ഈ തീരുമാനത്തെ ഞാൻ അഭിനന്ദിക്കുന്നു. ഈ ഫുഡ് ഫെസ്റ്റ് പാലക്കാർക്ക് നല്ല ഭക്ഷണം കഴിക്കാനും ഇനിയും ഭാവിയിൽ അടുത്ത വർഷവും ജൂബിലി നടക്കുമ്പോൾ ഈ ഫുഡ് ഫെസ്റ്റ് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു സംഭവമായി മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. കൂടുതലൊരു പ്രസംഗത്തിൻ്റെ ആവശ്യമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഏതായാലും ഈ ഫുഡ് ഫെസ്റ്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്ത് ഞാൻ പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സർ. അടുത്തതായി ഭദ്രദീപം തെളിയിക്കുന്ന ചടങ്ങാണ്. അതിലേക്ക് MLA അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിനെ സ്വാഗതം ചെയ്യുന്നു.